ഘട്ടത്തിൽ പോയി തിരികെ വരുമ്പോൾ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അല്ല, അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ എൻ്റെ ഇപ്പം ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ അതൊക്കെ നോക്കാം. വലിയൊരു കോൺസ്പിറസി ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെടുന്നുണ്ട്. താങ്കളും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഒരു കോൺസ്പിറസി നടന്നു എന്നുള്ളതാണ് ആരോപണം. ഒരു ബോംബ് പൊട്ടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിന്റെ ചുവട് പിടിച്ച് പറവൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കണക്റ്റഡായി ഒരു ആരോപണം അവിടെ നിന്ന് വരുന്നു. അതൊക്കെ പറഞ്ഞോട്ടെ. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഞാൻ അതിനകത്ത് പറയുന്നുള്ളൂ. ഞാൻ ഈ CPM-മായി ബന്ധപ്പെട്ട് നടത്തുന്ന വിമർശനത്തിന് തുല്യമായി തന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ. അപ്പൊ അദ്ദേഹത്തെയും ഞാൻ വിമർശിക്കുന്നുണ്ട്. അപ്പൊ ആ വിമർശന വിധേയനായിട്ടുള്ള അദ്ദേഹവുമായി ചേർന്ന് ഞാനൊരു ഗൂഢാലോചന നടത്തും എന്ന് പറഞ്ഞാൽ ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അവസാനമായി പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. അതിഭീകരമായിട്ടുള്ള പിന്നെ സമ്മർദ്ദവും ഭീഷണിയും ഇതൊക്കെയാണ് എനിക്കെതിരെ ചെയ്തത്. അതിനെതിരെ ഒന്നും പോലീസിനൊന്നും പറയാനില്ല. എന്റെ വീടിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഫ്ലക്സ് ബോർഡ് വെച്ചതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പൊ അതിനെതിരെ ഒന്നും പറയാനില്ല. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ അതൊക്കെയാണ് യഥാർത്ഥത്തിൽ എനിക്കെതിരായിട്ടുള്ള ഗൂഢാലോചന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചോദിച്ചൊരു കാര്യം കൂടി ഉണ്ട്. 3.5 മണിക്കൂർ കൊണ്ട് കേസെടുത്ത് 3.5 മണിക്കൂർ കൊണ്ട് എങ്ങനെ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം അതാണ്. എന്നിട്ട് O രാജഗോപാലിന്റെ ഡ്രൈവറിന്റെ ഒരു കാര്യവും കൂടി പറഞ്ഞു. O രാജഗോപാലിന്റെ ഡ്രൈവറാണ് ഇതിനു മുമ്പ് 3.5 മണിക്കൂർ കൊണ്ട് വന്നത് എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാരിന്റെ വാദങ്ങൾ എത്ര ഭീകരമായിട്ടാണ് കോടതിയെ പോലും എതിരായി പ്രകോപിപ്പിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കുക. ആ സർക്കാരിന്റെ ലീഡർ വന്നിട്ട് ഇടയ്ക്ക് അവരെ ഇറങ്ങി പോവുക തന്നെ ചെയ്തു. മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള എന്റെ ബോധ്യം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വിധിയാണ് നിയമവ്യവസ്ഥയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഈ നിയമവ്യവസ്ഥയിൽ നിന്ന് വന്നിട്ടുള്ള ഈ വിധി യഥാർത്ഥത്തിൽ നിയമവ്യവസ്ഥയുടെ മാറ്റ് കൂട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ അഭിഭാഷകനായിട്ടുള്ള ശ്രീമാൻ ജോൺ റാൽഫ്, അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകനാണ്. അദ്ദേഹമാണ് എനിക്ക് വേണ്ടി വന്ന് വാദിച്ചത്. അദ്ദേഹത്തോടുള്ള എന്റെ നന്ദിയും ബഹുമാനവും എനിക്ക് ഈ അവസരത്തിൽ പറഞ്ഞ് അറിയിക്കുക.